ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. ഞാനിന്ന് പറയാൻ വന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളെപ്പോലെ തന്നെ നമ്മുടെ കാലിന് വളരെ പ്രാധാന്യമുണ്ടല്ലേ. നമ്മുടെ കാലുകൾക്ക് നല്ല ഒരു വ്യായാമം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 40, 45, 50 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ കാല് മിതമായ രീതിയിൽ ഇപ്പോഴേ വ്യായാമം, ഈ 30 വയസ്സിലെ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ 40, 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കാലിന് നല്ലതായിരിക്കും. അതായത് നമ്മുടെ പാദങ്ങൾ ചലിപ്പിച്ച് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്ത് വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുത്താൽ, മസാജ് എല്ലാം കാല് വെച്ച് തന്നെ അങ്ങനെ നമ്മൾ തറയിൽ എഴുതുന്ന രീതിയിൽ ഒരുപാട് പ്രാവശ്യം ഒരു 20 മിനിറ്റെങ്കിലും ചെയ്താൽ അത് കാലിന് വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ ഈ മസാജിങ്ങും അതൊന്നും പറയാൻ വന്നതല്ല. നിങ്ങളടുത്ത് പറയാൻ വന്നൊരു ഘടകമെന്ന് പറഞ്ഞാൽ, കാലിന് ഏറ്റവും ബെറ്ററായിട്ടുള്ളതെന്ന് പറയണത് ഒരു അരമണിക്കൂർ നിങ്ങൾ ചെരുപ്പില്ലാതെ ഒന്ന് കല്ലിലൂടെയും ഒക്കെ ഒന്ന് നടന്നു നോക്കുക. അരമണിക്കൂർ മാത്രം നടന്നു നോക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്. കാരണം നമ്മുടെ തലയുടെ ഉച്ചം തല വരെ, അതായത് തലയിലുള്ള ഉച്ചം തലയെന്ന് പറയും, അതായത് ഉച്ചി വരെ നമുക്ക് ആ പാദത്തിൽ ഇങ്ങനെ നടക്കുന്നതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. കാരണം അത്രയ്ക്കും നല്ലൊരു സുഖമുള്ളൊരു രീതിയാണ് പാദത്തിൽ ചെരുപ്പിടാതെ നടക്കുന്നത്. ഒരു അരമണിക്കൂർ ഡെയിലി നിങ്ങളൊന്ന് നടന്നു നോക്കൂ, പാദത്തിന് എന്ത് നല്ലൊരു സുഖമായിരിക്കും എന്നറിയാവൂ. അപ്പം ഞാൻ ഈ പറയാൻ വന്നത്, കാലിൻ്റെ കാര്യം പറയാൻ വന്നപ്പോഴും ഞാൻ ഈ ആണി രോഗത്തിനെ കുറിച്ച് പറയാനും കൂടിയാണ് വന്നത്. ഈ ആണി രോഗമുള്ള ആൾക്കാർ കാലിൽ പപ്പായയുടെ കറ ഇടയ്ക്കിടയ്ക്ക് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു പപ്പായയുടെ കറ കൊണ്ടുള്ള ഉപയോഗം. പപ്പായയുടെ കറ ആ ആണിയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ല ഒരു ടിപ്സാണ്. അതുപോലെ തന്നെ എരിക്കിൻ്റെ പാല്, അതായത് എരിക്കിൻ്റെ കറ, പാലെന്ന് പറയുന്ന കറ, അത് ഈ ഒരു മാസത്തോളം നിങ്ങൾ ആണിയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക. ഒരു മാസത്തോളം തുടർച്ചയായിട്ട് പുരട്ടി കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എടുത്ത ശേഷം ഇന്തുപ്പ് അതിൽ കലർത്തിയ ശേഷം അത് കാലിൽ പുരട്ടി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ആണി രോഗത്തിന് വളരെ നല്ല ടിപ്സാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയൊരു ടിപ്സ് കൂടെ പറഞ്ഞുതരാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ സമാസമം എടുത്ത ശേഷം ഇതരച്ച് ഈ ആണിയുള്ള ഭാഗത്ത് പുരട്ടുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ആണിയുള്ള ആൾക്കാർ ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ നല്ല റിസൾട്ടാണ് ഇതിന്. ഇനി നമുക്ക് വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് വളരെ നല്ല രീതിക്ക് നമുക്ക് പെട്ടെന്ന് എടുത്ത് പെരുമാറാൻ കഴിയുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പം നമ്മൾ ക്യാരറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് കുറുകെ മുറിക്കാതെ നീളത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേഗത്തിൽ എന്ത് കിട്ടും, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം നമ്മൾ അതിന് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ഒരുപാടുള്ള സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഉണക്കി പൊടിച്ച് മാറ്റി വെച്ചിരുന്നാൽ അതിൽ വേറെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കണ്ട. നിങ്ങൾ ഒരുപാടുള്ള സമയത്ത് ഉണക്കി അതിനെ പൊടിച്ച് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് വെയിലത്ത് തന്നെ നല്ല രീതിക്ക് ഉണക്കി പൊടിച്ച് മാറ്റി വയ്ക്കുക. അതിനെ ഫുഡിൽ നമ്മൾ കളറ് കെമിക്കലായിട്ടുള്ളത് വാങ്ങിക്കുന്നതിന് പകരം ഈ ബീറ്റ്റൂട്ടിൻ്റെ കളറ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പം നമ്മൾ ചീര വാങ്ങിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പച്ചക്കറി യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു. ഈ പച്ചക്കറികളിലെ നിറവ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ അതിലൊരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് വെക്കിയാൽ, ഇപ്പോൾ ചീര ആയാലും ശരി മറ്റുള്ള പച്ചക്കറി ആയാലും ശരി 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് വെക്കുക, അതിൻ്റെ മാറ്റം അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സുകളെല്ലാം നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ നാളെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ. നല്ല ചൂടാണ് കൂട്ടുകാരെ. അപ്പോൾ വീട്ടിലൊന്നും ഇരിക്കാൻ പോലും വയ്യ, വീടിനകത്തൊന്നും അത്രയ്ക്ക് ചൂടാണ്. നിങ്ങളൊക്കെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പം എല്ലാവരും ഉത്സവത്തിനൊക്കെ പോയി അന്നദാനമൊക്കെ കഴിക്കാൻ പോയി. ഞാൻ അത്രയെങ്ങും പോയില്ല. ഓക്കെ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. നല്ല ചൂടാണ്.